ആർസിബിയുടെയും കോഹ്ലിയുടെയും IPL കിരീടത്തിനായുള്ള കാത്തിരിപ്പിന് അവസാനം. ഇന്ന് അഹമ്മദാബാദിൽ നടന്ന ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് തോൽപ്പിച്ച് ആണ് ആർസിബി പ്രഥമ IPL കിരീടം സ്വന്തമാക്കിയത്. ഇന്ന് ആർസിബി ഉയർത്തിയ 191 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിന് 184 റൺസ് എടുക്കാനേ ആയുള്ളൂ. അത്ര നല്ല തുടക്കം അല്ല പഞ്ചാബിന് ചേസിൽ ലഭിച്ചത്. അവർക്ക് തുടക്കത്തിൽ 19 പന്തിൽ 24 റൺസ് എടുത്ത പ്രിയാൻസ് ആര്യയെ നഷ്ടമായി. സാൾട്ടിന്റെ ബൗണ്ടറി ലൈനിലെ തകർപ്പൻ ക്യാച്ചിലൂടെ ആയിരുന്നു ഈ വിക്കറ്റ്. പ്രഭ്സിമ്രൻ 26 റൺസ് നേടിയെങ്കിലും ബൗണ്ടറി നേടാൻ പ്രയാസപ്പെട്ടു. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഒരു റൺ മാത്രമെടുത്ത് പുറത്തായത് പഞ്ചാബിന്റെ പ്രതീക്ഷകൾ തകർത്തു. പൊരുതിയ ഇംഗ്ലീഷ് ആകട്ടെ 23 പന്തിൽ നിന്ന് 39 റൺസ് എടുത്തും പുറത്തായി. 4 ഓവർ ചെയ്ത് 17 റൺസ് മാത്രം നൽകി 2 വിക്കറ്റ് വീഴ്ത്തിയ കൃണാൽ പാണ്ഡ്യ കളി ആർസിബിക്ക് അനുകൂലമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. 18 പന്തിൽ 15 റൺസ് മാത്രം നേടിയ വധേരയ്ക്ക് ഇത് മറക്കാവുന്ന മത്സരമായി. അവസാനം ശശാങ്ക് ആഞ്ഞു ശ്രമിച്ചെങ്കിലും വിജയവും കിരീടവും ദൂരെ ആയിരുന്നു. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ആർസിബി 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസാണ് എടുത്തത്. അവസാനം ജിതേഷ് ശർമ്മയും ലിവിങ്സ്റ്റണും ഷബേർഡും നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ആർസിബിയെ മികച്ച സ്കോറിലേക്ക് നയിച്ചത്. ഇന്ന് തുടക്കത്തിൽ തന്നെ ആക്രമിച്ചു കളിക്കാൻ ശ്രമിച്ച ഫിൽ സാൾട്ടിന്റെ വിക്കറ്റ് ആർസിബിക്ക് നഷ്ടമായി. 9 പന്തിൽ നിന്ന് 16 റൺസ് എടുത്ത സാൾട്ടിനെ ജാമിസണാണ് പുറത്താക്കിയത്. ഇതിനുശേഷം റൺ റേറ്റ് ഉയർത്താൻ ആർസിബി പ്രയാസപ്പെട്ടു. മായങ്ക് അഗർവാൾ 18 പന്തിൽ 24 റൺസ് എടുത്തും ക്യാപ്റ്റൻ രജത് പടിദാർ 16 പന്തിൽ 26 റൺസും എടുത്ത് നല്ല തുടക്കം മുതലെടുക്കാതെ പുറത്തായി. 35 പന്തിൽ 43 റൺസ് എടുത്ത് കോഹ്ലി ബൗണ്ടറി കണ്ടെത്താൻ ഇന്ന് പ്രയാസപ്പെട്ടു. ഇതിനുശേഷം ജിതേഷ് ശർമ്മയും ലിവിങ്സ്റ്റണും ചേർന്നതോടെ സ്കോറിംഗ് വേഗത കൂടി. ലിവിങ്സ്റ്റൺ 15 പന്തിൽ നിന്ന് 25 റൺസ് അടിച്ചു. ജിതേഷ് ശർമ്മ 10 പന്തിൽ 24 റൺസ് ആണ് അടിച്ചത്. 2 സിക്സും 2 ഫോറും താരമടിച്ചു. ഷബേർഡ് 8 പന്തിൽ 17 റൺസ് ആണ് നേടിയത്.